ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PV's പവലിയൻ. അപ്പോൾ T20 സീരീസ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഫസ്റ്റ് T20ക്ക് ആരംഭമായി. നമ്മുടെ ഇന്ത്യൻ ടീം സ്കൈ, അതായത് സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ ആണ് കളിക്കളത്തിലിറങ്ങുന്നത്. നമ്മുടെ ബാറ്റ്സ്മാൻ എല്ലാവരും ഫോമിലാണ്, ബോളിങ്ങും മോശമൊന്നുമില്ല. സോ കളി നടക്കുന്നത് ഏതാണെന്ന് നോക്കട്ടെ. കാൻബറ സിറ്റിയിലാണ്. മനുക ഓവൽ, അതാണൊരു പുതിയൊരു സ്റ്റേഡിയം പോലെ തോന്നി, അതുകൊണ്ടാണ് അതൊരു സമയം പിടിച്ചത് പറയാൻ. സോ മലയാളി താരം സഞ്ജു സാംസൺ ഇന്നിറങ്ങും. അദ്ദേഹമാണ് വിക്കറ്റ് കീപ്പർ. 1 ഡൗൺ ബാറ്റ്സ്മാനായിട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓപ്പണിങ്ങിൽ മിക്കവാറും അഭിഷേക് ശർമ്മ ആൻഡ് ശുഭമൻ ഗില്ലായിരിക്കും. ഗില്ല് T20 സീരീസിൽ വൈസ് ക്യാപ്റ്റനാണ്. സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ. അദ്ദേഹം ലാസ്റ്റ് ഏഷ്യ കപ്പിൽ അത്ര ഫോമിലല്ലായിരുന്നു ക്യാപ്റ്റൻ. പക്ഷേ തീർച്ചയായിട്ടും ഈ സീരീസിൽ 5 മാച്ചിൻ്റെ സീരീസാണ്. അദ്ദേഹം ഫോം കണ്ടെത്തും, നന്നായിട്ട് കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഏഷ്യ കപ്പ് എന്താ പറയുന്നത്, താരമായ സൂപ്പർ സ്റ്റാറായി ഉയർന്നു വന്ന തിലക് വർമ്മയുണ്ട്. തിലക് വർമ്മ മിക്കവാറും ലെഫ്റ്റ് ഹാൻഡ് കോർഡിനേഷന് വേണ്ടിയിട്ട് 3rd ഡൗൺ അല്ലെങ്കിൽ 4th ഡൗൺ ആയിട്ടായിരുന്നു വരിക. അഭിഷേക് ശർമ്മ ഓപ്പണറായിട്ട് വന്ന് നല്ല താളം കണ്ടെത്തിയാൽ ഇന്ത്യക്ക് ഈസിയായിട്ട് ജയിക്കാം. എല്ലാം അദ്ദേഹത്തിൻ്റെ ഫോമിലാണ് നിർഭരമായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു തുടക്കം ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യ 3, ഓസ്ട്രേലിയ 2, 3:2 എന്ന ഒരു വിജയ അനുപാതമാണ് എനിക്ക് പറയാനുള്ളത്. മേ ബി 4-1 ഇൻ ഫേവർ ഓഫ് ഇന്ത്യ. അങ്ങനെയാണ് വരാൻ വഴിയുള്ളൂ. കാരണം T20 എന്ന് പറഞ്ഞാൽ ഒരു അപ്പർ ഹാൻഡ് ഇന്ത്യക്കുണ്ട്. ബട്ട് കാൻബറയിലുള്ള പിച്ച് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് ആഫ്റ്റർനൂൺ 1:45 കളി തുടങ്ങും. ഓക്കെ, ഓസ്ട്രേലിയൻ പിച്ചുകളൊക്കെ ടോസ് നിർണായകമായി വരുന്നുണ്ട്. പക്ഷേ അത് T20 അത്ര പ്രശ്നമില്ലെന്ന് തോന്നുന്നു. 20 ഓവേഴ്സ് മാച്ചല്ലേ, അപ്പോൾ പിച്ച് ഏതാണ്ട് ഒരുപോലെ തന്നെ ആയിരിക്കും ബിഹേവ് ചെയ്യുക. പിന്നെ സ്പിന്നേഴ്സായിട്ട് വരുൺ ചക്രവർത്തി മിക്കവാറും തീർച്ചയായിട്ടും കളിക്കുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, പിന്നെ അക്സർ പട്ടേൽ ഈസ് ആൻ ഓൾറൗണ്ടർ, ഈസ് എ അസറ്റ് ടു എനി ടീം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നല്ല നല്ല പ്ലെയേഴ്സാണ് നമ്മുടെ ഉള്ളത് എല്ലാവരും. അപ്പോൾ എല്ലാവരും നല്ല സൂപ്പറായിട്ട് കളിക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ വിമൻസ് വേൾഡ് കപ്പ് ODI അതിൻ്റെ സെമിഫൈനൽസ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് സൗത്ത് ആഫ്രിക്ക അഗൈൻസ്റ്റ് ഇംഗ്ലണ്ട്. അത് 3 മണിക്കാണ് കളി. അപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഫോമിൽ കളിച്ച് വരികയാണ്. മാക്സിമം മാച്ചുകൾ, അതായത് ഓസ്ട്രേലിയയുടെ അഗൈൻസ്റ്റ് മാത്രമേ അവർ തോറ്റുള്ളൂ. അപ്പോൾ ഒരു 99% വിന്നിങ് റേഷ്യോ ആയിട്ടാണ് വരുന്നത്. ആൻഡ് അഗൈൻ സൗത്ത് ആഫ്രിക്ക ലാസ്റ്റ് 2 മാച്ച് തീരെ നന്നായിട്ട് കളിച്ചില്ല. അവർ നല്ല ടീമാണ്, അൺപ്രെഡിക്റ്റബിൾ ടീമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിന് ചെറിയൊരു അപ്പർ ഹാൻഡുണ്ട്. അപ്പോൾ ഐ റേറ്റ് ദി മാച്ച് 60-40 ടുവേഡ്സ് ഇംഗ്ലണ്ട് ഫേവറായിട്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ പെൺപുലികൾ നാളെ കളത്തിലിറങ്ങും. 2ാമത്തെ സെമിഫൈനൽ ഓസ്ട്രേലിയ ആയിട്ടാണ് മാച്ച്. അവർ നേരത്തെ ഓസ്ട്രേലിയയോട് കളിച്ചപ്പോൾ ഒരു 330 എടുത്തിരുന്നു. അതുപോലെ റിപ്പീറ്റ് പെർഫോമൻസ് ഇന്ത്യക്ക് കളിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ടീമിൻ്റെ നമ്മൾ ഓപ്പണിംഗ് കോമ്പിനേഷനിൽ ചെറിയ മാറ്റമുണ്ട്. അതായത് പൃഥ്വികാൽ റാവലിന് പരിക്ക് പറ്റിയിരിക്കുകയാണ്. കാൽപാദത്തിന് ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഖേദകരമായ ഒരു നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് മാച്ച് സെഞ്ചുറി അടിച്ച പ്ലെയറായിരുന്നു പൃഥ്വിക. പക്ഷേ പൃഥ്വികയ്ക്ക് പകരം
ചാൻസ് കിട്ടിയിരിക്കുന്നത് ഷെഫാലി വർമ്മ എന്ന ഒരു തീപ്പൊരി ബാറ്ററാണ്. ഡൽഹി ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു നല്ല ഫാസ്റ്റ് സ്കോറിംഗ് എബിലിറ്റിയുള്ള ഒരു നല്ല പ്ലെയറാണ്. അപ്പോൾ പ്രതിക റാവലിൻ്റെ വിടവ് അവർ ഭംഗിയായിട്ട് നികത്തും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, 2 മാച്ചിനെ കുറിച്ചും നമുക്ക് മറ്റൊരു വീഡിയോയിൽ അനലൈസ് തീർച്ചയായിട്ടും നടത്താം. ഓക്കെ, താങ്ക് യു. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.